ആ നമസ്കാരത്തിലല്ല റസൂലുള്ള ദുആ ചെയ്യുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിലെ, കേരള സംസ്ഥാനത്തിലെ, തിരുവനന്തപുരം ജില്ലയിലെ ചാമങ്കരയിലുള്ള നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി എന്റെയും നിങ്ങളുടെയും ഹബീബ് ദുആ രക്കുന്ന 5 വഖത്ത് നിസ്കാരത്തിൽ മാത്രമല്ല, എപ്പോഴെല്ലാം പടച്ചവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുവോ, ഏത് സമയത്തെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ വണങ്ങുമോ, ആ സമയത്തൊക്കെയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആരംഭപ്പോവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നമുക്കൊരു സന്തോഷം വരുന്നത് റസൂലുള്ളാഹിന്റെ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഹത്തിലും പരത്തിലും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ള നമുക്ക് വേണ്ടി ദുആ രക്കുന്ന ആ ഒരു സാഹചര്യമാണ് പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ. ഇതാണ് ഖുർആൻ നബിതങ്ങളെ പറ്റി പറഞ്ഞ മദ്ഹ്. ഇതാണ് റസൂലുള്ളാഹിനെ പറ്റി അല്ലാഹ് പറഞ്ഞ മൗലിദ്. ഇനി കേൾക്കണോ സഹോദരങ്ങളെ, നാലാമതായി അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? മറക്കരുതേ. നാലാമതായി അല്ലാഹ് പറഞ്ഞത് വിശുദ്ധ ഖുർആനായത്ത് അവസാനിപ്പിക്കുന്നത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹബീബായ പ്രവാചകന് വിശ്വാസികളോട് കരുണയുള്ളയാളാണെന്നാണ്, വിശ്വാസികളോട് ദയയുള്ള പ്രവാചകനാ, വിശ്വാസികളോട് അനുയായികളോട് കാരുണ്യമുള്ള നബിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കി. നാലാമത് പറഞ്ഞതിൽ നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ടാകാം. വിശ്വാസികളോട് അങ്ങേയറ്റ സ്നേഹമുള്ള നബി എന്ന് പറയുമ്പോ വിശ്വാസമില്ലാത്തവരോട് നബിക്ക് വല്ല ദേഷ്യവുമുണ്ടോ? ഞാൻ എന്റെ വാപ്പായെ ഭയങ്കരമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മകന് ഉമ്മയോട് സ്നേഹമില്ലെന്നാണോ? ഞാൻ എന്റെ ഭാര്യയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാൾ മക്കളോട് ഇഷ്ടമില്ലെന്നാണോ എന്റെ അർത്ഥം? അങ്ങനെയുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഒരാളോട് പറയുമ്പോ അതിനർത്ഥം വേറെ ആരോടും ഇഷ്ടമില്ലെന്നാണോ? അല്ല. മറിച്ച് ആരോടുള്ളതിനേക്കാളും ഒരു പടി മുന്നിൽ എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വിശ്വാസികളോടുള്ള സ്നേഹത്തിനെ പറ്റി അള്ളാഹ് പരിചയപ്പെടുത്തുകയാണ്. നമ്മോട് അത്രയും സ്നേഹമാണ് നബിതങ്ങൾക്കുള്ളത്. നമുക്കോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദിവസം ഏറ്റവും കുറഞ്ഞു ഒരു 100 സ്വലാത്ത് ചെല്ലുന്നവർ എത്ര പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാവും? ഒരു 100 സ്വലാത്ത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ പറ്റി 1000 വട്ടം പറയുമല്ലോ. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 1000 വട്ടം നമ്മൾ പടച്ചവനോട് തേടുമല്ലോ. എന്നാൽ ഒരു ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ, പ്രഭാത സൂര്യൻ പൊട്ടിവിടരുന്നത് മുതൽ അസ്തമയ സൂര്യന്റെ സമയം വരെ ഒരു 100 സ്വലാത്ത് അള്ളാന്റെ ഹബീബിന് വേണ്ടി ചൊല്ലിയ എത്ര പേരുണ്ട്? ദിവസവും വിർദുപോലെ മുടങ്ങാതെ ഒരു 101 സ്വലാത്ത് എല്ലാവരും രാവിലെയും വൈകുന്നേരവും പതിവാക്കണം. സ്വലാത്തേ നമുക്കുള്ളൂ. നമുക്ക് സ്വലാത്തല്ല, സ്വലാത്തിന്റെ വാർഷികമാണ്. പക്ഷെ ഞാൻ എത്രയോ തവണ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ വിചാരിക്കുന്ന ചാന്നാങ്കരയിലെ ഏതാ മുഹമ്മദ് മുസ്തഫയുടെ കാര്യം പറയുന്നതെന്ന് എത്രയോ തവണ ഞാൻ പറയുന്നു. 22ാമത്തെ വാർഷികം എന്ന് പറഞ്ഞാൽ 22 വർഷം കൊണ്ട് ഇവിടെ നടക്കുന്ന സ്വലാത്ത് ആര്? പള്ളിയിലെ ഉസ്താദും അവിടെ കൂടുന്ന കുറച്ചാളുകളും അല്ലേ? അതുപോലെ എത്ര സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രയും സ്വലാത്ത് ചെല്ലി ലഹരി പിടിച്ചിട്ട് ഭ്രാന്തായി പോയ ആളുകളുണ്ട്. അബൂബക്കർ റഷീദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നില്ല. ചരിത്രം പറഞ്ഞാൽ എങ്ങും കൊള്ളിക്കാൻ ഈ വിഷയം പറ്റില്ല. കാരണം പറഞ്ഞാൽ അതിങ്ങനെ അരമണിക്കൂർ കൂടുതൽ പറയേണ്ടി വരും. ഞാൻ അതിന്റെ ക്ലൈമാക്സ് മാത്രം ഞാൻ പറയാൻ. അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നത്, മൂപ്പര് നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവസാനം ലഹരി പിടിച്ചിട്ട് സ്വലാത്തങ്ങ് ചൊല്ലി നബിതങ്ങളെ കണ്ടിട്ട് ഇനി നേരിട്ട് സലാം പറയണമെന്ന് ചിന്തിച്ചു. അങ്ങനെ റൗളയിൽ വരാൻ തീരുമാനിച്ചു. റൗള ഷരീഫിൽ വരാൻ തീരുമാനിച്ച അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ നിന്നാണ്, ഇറാഖിൽ നിന്നാണ്. മഹാനവറുകൾ വരാൻ തീരുമാനിച്ചപ്പോ അന്ന് സൗദി ഭരിക്കുന്ന രാജാക്കന്മാർക്ക് നബിതങ്ങൾ സ്വപ്നം കാണിച്ചു. എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഇവിടെ കേറ്റരുത്,
റൗളയിൽ കേറ്റരുത്. അങ്ങനെ എന്റെ മുന്നിലെങ്ങാനും വന്നു നിന്ന് എന്റെ മുഖത്ത് നോക്കി സലാം ചൊല്ലിയാൽ ഈ റൗള ശരീഫിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോകേണ്ടി വരും. അയാളുടെ കൂടെ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോകേണ്ടി വരും. അത്രയും എന്നെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഇന്ന അടയാളമുള്ള ഒരാള്, ജട പിടിച്ച മുടി, ശരീരം പൊടിപടലം പിടിച്ചു, ഇതെല്ലാം വേഷം മുഷിഞ്ഞതാണ്. കാരണം ഒരേ ഒരു ചിന്ത, ഒരു നിരാശ കാമുകന്റെ പ്രണയം പോലെ, ആ പ്രണയ കാവ്യം പോലെ അള്ളാന്റെ ഹബീബ് എന്ന പ്രേമഭാജനത്തിന് പ്രണയിച്ച് അവസാനം സ്വലാപ്പ് ചൊല്ലി ബഗ്ദാദിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു. ആ സമയത്ത് മൂപ്പരെ കയറ്റി വിടാതെ പട്ടാളക്കാരെ തിരിച്ചുവിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകൂല, പോയേ പറ്റുള്ളൂ. ഇറക്കി വിട്ടു. അടുത്ത പ്രാവശ്യവും വന്നു, അദ്ദേഹം കയറ്റിവിട്ടില്ല. അവസാനം അദ്ദേഹം കുറെ ദൂരം മാറി നിന്നിട്ട് നോക്കി അവിടത്തെ ഓരോ ചലനവും. അപ്പോഴും മനസ്സും നാവും സ്വലാത്തിലാണ്. എങ്ങനെ അതിനകത്ത് കയറാം, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മുമ്പിൽ എനിക്കെത്താം സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോ വിറക് കെട്ടിക്കൊണ്ട് ആളുകൾ വരുന്നുണ്ട്. വിറകുകൾ വെട്ടിക്കൊണ്ട് ആളുകൾ മദീനയിലൂടെ മസ്ജിദുൻ നബവിയുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. ഇന്നത്തെ പോലെ വലിയ സംവിധാനങ്ങളില്ലല്ലോ അന്ന്. അതിലൊരു വിറക് വെട്ടുകാരനെ സമീപിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്റെ സ്വത്ത് മുഴുവനും നിനക്ക് തരാം, ഞാൻ എന്റെ ദുനിയാവിലെ ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒഴിച്ച് ബാക്കി മുഴുവനും നിനക്ക് തരാം, പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിന്റെ വിറക് കെട്ടിനകത്ത് എന്നെ വെച്ചിട്ട് മറയ്ക്കണം. നീ ചുമന്നുകൊണ്ട് പോകുമ്പോ എന്നെ കൂടി ചുമന്നുകൊണ്ട് പോകണം. ആ റൗളയുടെ മുന്നിലൂടെ നടന്നു പോകണം. ആ സമയത്ത് ഞാൻ വിറക് കെട്ടിന്റെ ഉള്ളിലിരുന്ന് എന്റെ ഹബീബിന് ഞാൻ നേരിട്ടൊരു സലാം ചൊല്ലും. ആ വിവരം പറഞ്ഞിട്ട് വിറക് കെട്ടിന്റെ ഉള്ളിലകത്ത് ജീവിതത്തിന്റെ സകല സ്വത്തുക്കളും തരാമെന്ന് പറഞ്ഞപ്പോൾ വിറക് കെട്ടിന്റെ ഉള്ളിലെടുത്തു വെച്ചിട്ട് ആ വിറക് കെട്ട് തലയിൽ വെച്ചിട്ട് ചുമന്നുകൊണ്ട് ചുമട്ട് തൊഴിലാളി നടന്നുപോയി. ആ സന്ദർഭത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരോ വഴിയിൽ നിന്ന് പറഞ്ഞു മുഹമ്മദ് എന്ന് കേട്ടാൽ പിന്നെ പരിസരം മറന്നു പോകുന്ന അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഒളിച്ചിരിക്കുകയും തന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ട് വിറക് കെട്ടിന്റെ ഉള്ളിൽ പട്ടാളക്കാരുടെ, പോലീസുകാരുടെ, പാറാവുകാരുടെ, അവിടത്തെ രക്ഷകരുടെ കണ്ണ് വെട്ടിച്ചിട്ടാൻ ഇരിക്കുന്നു എന്ന കാര്യം പോലും മറന്നിട്ട് വിറക് കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ സ്വലാത്തങ്ങ് ചെല്ലാൻ തുടങ്ങി. പട്ടാളം പിടിച്ചു, അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മസ്ജിദുൻ നബവിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ്, ആ കാറ്റിന് സുഗന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാറ്റ് കൊണ്ട് നിർവൃതി അടയേണ്ടി വന്നൊരു വലിയ മഹാനുണ്ടായിരുന്നു. നമ്മളോട് ഇത്രയും ദയയുള്ളൊരു പ്രവാചകൻ, ഇത്രയും കാരുണ്യമുള്ളൊരു പ്രവാചകൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും സ്നേഹിക്കുന്നത് വേറെ ആരെയൊക്കെയാണ്. നമ്മൾ സ്നേഹിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖിനെയാണ്. ആ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സൂറത്ത് തൗബ പരിചയപ്പെടുത്തിയത്, നിങ്ങളിൽ നിന്നൊരു പ്രവാചകൻ വേറെ ആരോടും നിങ്ങൾ അന്വേഷിക്കണ്ട, നിങ്ങളിൽ നിന്നൊരു പ്രവാചകൻ തന്നെയാണ്. നിങ്ങൾക്കൊരു ദുഃഖം വന്നാൽ സഹിക്കാത്ത പ്രവാചകനാണ്, നിങ്ങൾക്കൊരു സന്തോഷം വന്നാൽ സന്തോഷിക്കുന്ന പ്രവാചകനാണ്. അതുപോലെ നിങ്ങളോട് കരുണയുള്ള പ്രവാചകരാണ്, നിങ്ങളോട് ദയയുള്ള പ്രവാചകരാണ്. ഇത് നാലും പറഞ്ഞിട്ട് ഇനിയും മനസ്സിലാക്കാത്ത സമൂഹത്തോടുള്ള പറഞ്ഞതും തന്നറിയോ, അത് ഭീഷണിയുടെ സ്വരമാണ്. ഈ നാല് വിശേഷണങ്ങളും റസൂലുള്ളാഹിയെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അല്ലാഹു വിവരിച്ചിട്ട് അവസാനം പറഞ്ഞതും തന്നറിയോ. ഇത് നാല് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആർക്കെങ്കിലും ഇനി നബിയെ തിരിഞ്ഞില്ലെങ്കിൽ, ആരും നബി തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കൂ, ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ്. നബിയേ പറഞ്ഞോളൂ, നബിയേ ഫഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി എന്ന് പറയൂ നബിയേ. ഇത്രയും നിങ്ങളെ സ്നേഹിച്ചിട്ട് അവരിൽ ഒരാളായി നിങ്ങൾ മാറിയിട്ട്, അവർക്ക് ദുഃഖം വരുമ്പോ നിങ്ങളും ദുഃഖിച്ചിട്ട്, അവർക്ക് സന്തോഷം വന്നിട്ട് നിങ്ങളും സന്തോഷിച്ചിട്ട്, അവരുടെ എല്ലാവരോടും നിങ്ങൾക്ക് കരുണയുണ്ടായിട്ട് അവര് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവര് നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഇനി നിങ്ങൾക്ക് അനുയായികൾ വേണ്ട
നബിയേ, പറഞ്ഞോളൂ. ഫഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ അല്ല മതി, എനിക്കെന്റെ നാഥൻ മതി. എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബ്, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പ്രാണനായ എന്റെ പടച്ചതമ്പുരാ, എന്റെ നാഥനായ പടച്ചതമ്പുരാനെ എനിക്ക് മതിയെന്ന് പറയൂ നബിയേ എന്ന് അല്ല തന്നെ നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, റബിയുൽ അവ്വലിലെ ഏതെങ്കിലും ഒരു മരച്ചീനിയിലെ കമ്പ് വെട്ടിയിട്ട് 10 രൂപ 10 പൈസയുടെ പേപ്പറിലും മൈദമാവ് കുഴച്ചിട്ട് കൊടിതോരണമുണ്ടാക്കിയിട്ട് റോഡിലൂടെ നടന്നിട്ട് തലമുറ കൈമാറി കെടാതെ ഞങ്ങളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മള് അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നില്ല, അവിടത്തെ സുന്നത്ത് മുറുകെ പിടിക്കുന്നില്ല, അവിടെ ജീവനോളം നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നബിയോട് പറയുന്നു, ഇനി നിങ്ങൾക്ക് അവരെ വേണ്ട. പറയൂ അവരോട്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, നിങ്ങൾ എനിക്ക് വേണ്ട. നബിതങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് നബിതങ്ങൾ ഒഴിവാക്കിയൊരു സമൂഹമായി മാറണോ നമ്മൾ? അതല്ല നബിതങ്ങളെ ചേർത്ത് നിർത്തി ഈ പറഞ്ഞ വിശേഷണങ്ങൾ കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന നബിയാകണോ, അനുയായികളാകണോ? നമ്മൾ തീരുമാനിക്കും. 1 മണിക്കൂർ പിന്നിടുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, സ്നേഹിക്കണം നബിയെ, സ്നേഹിക്കണം നബിയെ. അത് മതിമറന്ന് സ്നേഹിക്കണം. വേറെ ആരെക്കാളും നമ്മളെ സ്നേഹിക്കണം. അതുകൊണ്ട് സുബഹി കഴിഞ്ഞും അസ്ർ കഴിഞ്ഞും എന്റെ ബഹുമാനപ്പെട്ട, എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ അഭിവന്ദനായ ഗുരുനാഥൻ ശൈഖുന മർഹൂം വീരാൻകുട്ടി ഹളറത്ത് ശൈഖുൽ ഹദീസ്, ബഹുമാനപ്പെട്ടവർ, അള്ളാഹു അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ പ്രിയപ്പെട്ട എന്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ ഒരു ഇജാസത്തുണ്ട്. രാവിലെയും വൈകുന്നേരവും 100 സ്വലാത്ത് മുടങ്ങരുത് എന്ന്. ഏകദേശം അൽഹംദുലില്ലാഹ് 15 വർഷമായി ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. രാവിലെ 100, വൈകുന്നേരം 100. ആ 100 സ്വലാത്ത്, 200 സ്വലാത്ത് ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ സാധിക്കാൻ, സ്വലാത്ത് ചെല്ലും, സ്വലാത്ത് നേർച്ചയാക്കാം. എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, മാറണോ, സ്വലാത്ത് ചൊല്ലാമെന്ന് നിയത്ത് വെക്കുക. ഉറപ്പാണ്. പരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, എന്തിനും ഏതിനും സ്വലാത്തല്ലാതെ നമ്മുടെ മുന്നിൽ മാർഗമില്ല. സ്വലാത്തല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വാപ്പ ഉമ്മാക്ക് കൊടുത്ത മഹറാണ് സ്വലാത്ത്. വാപ്പ ഉമ്മാക്ക് കൊടുത്ത മഹറാണ്. ആദം നബി ഉറങ്ങിക്കിടന്നപ്പോ ആദം നബിയുടെ ഇടത്തെ വാരിയലിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വാ ബീവിയെ പടച്ചു. ഒരു തത്വജ്ഞാനിയോട് ചോദിച്ചല്ലോ, എന്താണ് തലയിൽ നിന്ന് ഒരു തലയോട്ടി എടുത്തിട്ട് പടച്ചൂടായിരുന്നു? ആ തത്വജ്ഞാനി പറഞ്ഞത്, അങ്ങനെ എങ്ങാനും പെണ്ണിനെ പടച്ചിരുന്നെങ്കിൽ, ഞാൻ കണ്ടായിരുന്നു, പിന്നങ്ങ് മറന്നുപോയി. തലയോട്ടിയിൽ നിന്നൊരു ഭാഗം എടുത്തിട്ടാണ് സ്വന്തം ഭാര്യയെ. ഇപ്പൊ ജീവിതത്തിന്റെ പാതി എന്ന് പറയുന്നത് നമ്മുടെ വാരിയല്ലില് ഒരു വാരിയല്ല് കുറവുണ്ടല്ലോ. ഭാര്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ വാരിയല് നമ്മുടെ അടുക്കലെത്തി, അവ പൂർത്തിയായി. അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ആര് കല്യാണം കഴിക്കുന്നുണ്ടോ അവന്റെ ഈമാൻ പൂർത്തീകരിച്ചു, അവന്റെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചു. ബാക്കി തഖ്വയോട് ജീവിച്ചാൽ മതി. അപ്പൊ തലയോട്ടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് പെണ്ണിനെ പടച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആ തത്വജ്ഞാനി പറഞ്ഞത്, എന്നാ പിന്നെ എവളൊക്കെ തലയെ കയറി നിരങ്ങും. അതാണ് ഭാര്യ ഭർത്താവിന്റെ തലയിൽ കയറിയത് നിരങ്ങും. എന്നാ പിന്നെ കാലിൽ നിന്നൊരു ചെറിയ എല്ലെടുത്ത് പടച്ചൂടായിരുന്നോ? അപ്പൊ തത്വജ്ഞാനി പറഞ്ഞു, എന്നാൽ കെട്ടിയോൻ അവളെ ചവിട്ടി അരയ്ക്കും, അവളെ കാൽ ചുവട്ടിലാക്കി ചവിട്ടി അരയ്ക്കും. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്തത്? ഇടത്തെ വാരിയല്ല്. എന്താ വലത്തെ വാരിയിൽ നിന്ന് എടുക്കാത്തത്? ഹാർട്ടിനോട് ചേർന്നിരിക്കുന്നത് ഇടത്തെ വാരിയല്ല. അപ്പോ ആ സ്നേഹം ഉണ്ടാകേണ്ട ഹൃദയത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു എല്ലെടുത്ത് അള്ളാഹു താല പടച്ചു. മാത്രമല്ല കൈയുടെ താഴ്ഭാഗത്താണ്.
നമ്മൾ കോഴികളെ വളർത്തുന്നവരല്ലേ? കുറുക്കനും കഴുകനും ഒരു കോഴിക്കുഞ്ഞിനെ ഓടിച്ചാൽ ആ കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി എവിടെ ഒളിപ്പിക്കുന്നേ? എവിടെ? ലോക്കറിലോ? ചിറകിനടിയിൽ ഒളിപ്പിച്ചു അല്ലേ? കഴുകനിട്ട് കൊടുക്കാതെ. ഒരു പെണ്ണിനെ തന്റെ ഭർത്താവ് സംരക്ഷിക്കേണ്ട തന്റെ കൈക്ക് താഴെയാണ്. ആ നിലയിൽ ഒരു പെണ്ണിനെ അല്ലാഹു തആല സംവിധാനിച്ചു. അതാണ് ആദം നബി അലൈഹിസ്സലാം ഉണർന്നു നോക്കുമ്പോ അടുത്തൊരു സാധനം കിടക്കുകയാണ്. ഹവ്വാ ബീവി. എന്താണെന്നോ ഒന്നും അറിയില്ല, പക്ഷേ മനസ്സിന്റെ ഉള്ളിലൊരു വൈകാരികത. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ ഇതെന്താണ്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇത് നിനക്ക് ഞാൻ പടച്ചതാണ്. സ്വർഗത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, വല്ലതും കുറവുണ്ടോ? സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോഴും ആദം നബി എവിടെയൊക്കെയോ പരതുകയാണ്. എന്തിന്റെയോ കുറവ്. ആ കുറവ് അല്ലാഹു തആല നികത്തി കൊടുത്തത് തന്റെ ഹവ്വ എന്ന ഭാര്യയിലൂടെയാണ്. ആ സമയത്ത് ഭാര്യയിലേക്ക് കൈയും നീട്ടുമ്പോ അല്ലാഹു പറഞ്ഞു, യാ ആദം തൊട്ടുപോകരുത്. അവളുടെ വിവാഹമൂല്യം കൊടുത്തിട്ട് വേണം തൊടാൻ. അന്ന് സ്വർഗത്തിലെ ആദം നബിയും ഹവ്വാ ബീവിയും മാത്രമാണ്. ആദം നബിയും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് വന്നിട്ട് പോലുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം അന്ന് അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ ഹവ്വയ്ക്ക് കൊടുക്കേണ്ട മഹർ എന്താണ്, പറഞ്ഞു തരുവോ? ആ സമയത്താണ് റസൂലുള്ളാഹി തങ്ങളുടെ പേരില് 7 സ്വലാത്ത് 11 പറയുന്നുണ്ട്. അങ്ങയുടെ പരമ്പരയിൽ അവസാനത്തെ ഒരു ദൂതന് വരാനുണ്ട്. ആ പ്രവാചകന്റെ പേരിൽ 7 അല്ലെങ്കിൽ 11 സ്വലാത്ത് ഒന്ന് ചൊല്ലുവോ? ആ സ്വലാത്ത് തന്നെയാണ് നിങ്ങളുടെ മഹർ. ഇന്ന് സ്വലാത്ത് വേണ്ടെന്ന് പറയുന്നവര് സ്വന്തം വാപ്പ സ്വന്തം ഉമ്മാക്ക് കൊടുത്ത മഹർ വേണ്ടെന്ന് പറയുന്ന ഗുരുത്തം കെട്ട മക്കളല്ലേ? അതുകൊണ്ട് സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവനായ മാതാപിതാക്കളെ തമ്മിൽ യോജിക്കുന്നതിന് വേണ്ടി പടച്ചതമ്പുരാൻ വെച്ച വിവാഹ മൂല്യത്തിന്റെ കണക്കാണ് സ്വലാത്തെങ്കിൽ ആ സ്വലാത്തില്ലാതെ നമുക്ക് സ്വർഗമില്ലെന്നല്ല, ആ സ്വലാത്തില്ലാതെ നമുക്ക് ദുനിയാവിലെ സുരക്ഷിതത്വമില്ല. അതുകൊണ്ട് സ്വലാത്തുകളെ ചൊല്ലിക്കോ. രാവിലെ 100, രാത്രി വൈകുന്നേരം 100, ഒരു 100 സ്വലാത്ത് വീതം നമ്മൾ ചൊല്ലാമെന്ന് ഈ റബീഉൽ അവ്വലിന്റെ പരിശുദ്ധമായ രാവിലെ തീരുമാനമെടുത്തു പോകുവോ? ഇത് തന്നെയാകട്ടെ പ്രവാചക പ്രഭുവിന് നമ്മൾ കൊടുക്കുന്ന ജന്മദിന സമ്മാനം. അതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹിക്കുക, മതിമറന്ന് ഇഷ്ടപ്പെടുക, മതിമറന്ന് സ്നേഹിക്കുക. എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? റസൂലുള്ളാഹി തങ്ങൾ കൊമ്പ് വെച്ച രക്തമുണ്ടല്ലോ, ഹിജാമ എന്ന് നമ്മുടെ നാടുകളിൽ പറയുന്ന കൊമ്പ് വെച്ച രക്തം. ഇന്നാണ് കപ്പുണ്ടായത്. അതൊന്നും ഇല്ലാത്തപ്പോലെ മൃഗങ്ങളുടെ കൊമ്പ് വെച്ചിട്ടാണ് രക്തമെടുക്കുക. ശരീരത്തിൽ നിന്ന് കൊമ്പ് വെച്ച രക്തമെടുക്കുന്ന ചികിത്സാ രീതിയാണ്. ആ രീതിയിലേക്ക് രക്തമെടുത്തിട്ട് ആ രക്തം കളയാൻ വേണ്ടി ഒരു സഹാബിയുടെ കയ്യിലേക്ക് കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞതെന്താണ്? ഇത് ആരെ കാണാത്തെടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണേ, ഇതാരും കാണാത്തെടുത്ത് കൊണ്ട് ഉപേക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, കാരണം ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടൊഴിക്കുന്നത് കണ്ടാൽ ആളുകൾ അത് എടുത്തുകൊണ്ട് പോയി സൂക്ഷിച്ചു വെക്കുമെന്ന് നബി തങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സഹാബിയോട് പറഞ്ഞു, ഈ രക്തം കൊണ്ടുവന്ന് ആരെ കാണാത്തെടുത്തൊഴിക്കണമെന്ന് പറഞ്ഞു. ആ സഹാബി അധികം ദൂരോട്ട് പോകാതെ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, നീ ഒഴിച്ചു കളഞ്ഞില്ലേ? ഒഴിച്ചു നബിയെ. ആരും കാണാത്തെടുത്താണോ ഒഴിച്ചത്? അതേ റസൂലേ, ദുനിയാവിൽ എന്റെ റബ്ബല്ലാതെ ആരും കാണാത്തെടുത്താ ഞാൻ ഒഴിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് എടുപ്പെടുത്ത് ചോദിച്ചു സഹാബിയോട്, എവിടെ ഒഴിച്ചു? നബിയെ, അല്ലാഹു അല്ലാതെ ആർക്കും കാണാൻ പറ്റാത്തെടുത്താ ഞാൻ ഒഴിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് ചെയ്തു പറ? അത് ഞാനങ്ങ് കുടിച്ചു നബിയേ. പ്രണയത്തിന്റെ ഏറ്റവും വലിയ പാരമ്യതയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വാരിപ്പുണർന്ന സഹാബത്തിന്റെ കഥയാ. മധുര 18കാരിയായ ഒരു പെങ്ങളല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ ശത്രുക്കൾ അമ്പെയ്തെറിഞ്ഞപ്പോ ആ അമ്പ് വന്ന് കൊള്ളുമെന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ കാണാത്ത അമ്പ് അത് നബി തങ്ങളുടെ ശരീരത്തിൽ എങ്ങാനും പതിക്കുമോ എന്ന പേടിയോടെ മധുര 17ന്റെ നിറവിലെത്തിയ
തരുണീമണിയായ സഹാബിയത്ത് വനിത തന്റെ നെഞ്ച് കാണിച്ചു കൊടുത്ത് നെഞ്ചിലെ കമ്പേറ്റ് വാങ്ങി കെട്ടപ്പെടുന്ന മരിച്ചെങ്കില് അള്ളാന്റെ ഹബീബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളം കൊണ്ട് നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പില് നിബിതങ്ങള് കിടന്ന വിരിപ്പില് റസൂലുള്ള പുതച്ച പുതപ്പിനടിയില് അലിയാരറ്റങ്ങള് കയറി കിടന്നിട്ട് റസൂലുള്ളാനെ ഇറക്കി വിട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രണയത്തിന്റെ ഏറ്റവും വലിയ അടയാളം ഇതാണ്. കാമുകിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത കാമുകന്മാരുടെ കാലത്ത്, കാമുകന് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത കാമുകിമാരുടെ ലോകത്തില് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വാരിപ്പുണരുന്ന സഹാബത്തിന്റെ കഥകൾ നമ്മുടെ മുമ്പിൽ ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പാരമ്യതയായി നമ്മൾ പഠിക്കുമ്പോ, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് മാനദണ്ഡങ്ങൾ എത്രയെന്നറിയോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിലും നാലാലൊരു മാനദണ്ഡമായിരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് നാലാലൊരു മാനദണ്ഡത്തിലാണ്. അറിയുമോ ആ 4 മാനദണ്ഡങ്ങൾ? അസാസുൽ മഹബ്ബത്തി അർബഅ. സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾ 4 ഈ സഹോദരിമാര് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഈ 4 ഏതെങ്കിലും ഒരു കാരണമുണ്ടാകും. നിങ്ങൾ ആരെ സ്നേഹിച്ചാലും 4 കാരണം ഉണ്ടാവും. സംഘാടകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ അതിനൊരു കാരണമുണ്ട്. ഒരു കാരണമുണ്ട്. എനിക്ക് അവരോടും നല്ല ഇഷ്ടമാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ. വാപ്പയോട് നമുക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ കാരണം, ഭാര്യയോട് നമുക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ കാരണം എന്താണെന്നറിയോ? 4 കാരണങ്ങളാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം. 1 അൽ ജമാലു വൽ കമാലു വൽ ഖറാബത്തു വൽ ഇഹ്സാൻ. അൽ ജമാൽ, സൗന്ദര്യം. സെലിബ്രിറ്റികളെ ഇപ്പൊ എല്ലാം മൂടിച്ച് വീണ്. സെലിബ്രിറ്റികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഓ, മമ്മൂട്ടിയുടെ 75 വയസ്സായിട്ടും ഗ്ലാമർ. അതാണ് നമ്മളെ അതിലേക്ക് അങ്ങ് ആകർഷിപ്പിക്കുന്നത്, അട്രാക്ട് ചെയ്യുന്നത് അവരുടെ സൗന്ദര്യമാണ്. അവരൊക്കെ കോടികൾ മുടക്കിയിട്ടാണ്. ഈ നടിമാരെക്കാൾ സുന്ദരിമാരാണ് ചാന്താങ്കരയിലെ പെണ്ണുങ്ങൾ. ഓ, സമാധാനായി. ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും നല്ല വാഴുന്നതാണ്. കാരണം ഇവര് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. ഈ ലൈവ് അല്ലല്ലോ. ഈ പെണ്ണുങ്ങള്, ഈ സിനിമാ നടിമാര്, അവരെ ഈ പുട്ടിയിടാതെ നമ്മളൊന്ന് കാണണം. മുഖത്ത് 1/2 കിലോ പുട്ടിയിടുമല്ലോ. ഈ പുട്ടിയിടാതെ ഒന്ന് കാണണം. ഈ പുട്ടിയൊക്കെ ഇട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് അവര് ഭയങ്കര സുന്ദരിമാരായിട്ട് തോന്നുന്നത്. ആ സൗന്ദര്യത്തിന്റെ പേരിലാണ് നമ്മൾ അവരെ പ്രണയിക്കുന്നത്. 1. ഇനി രണ്ടാമതൊരു കാരണം ഉണ്ടെന്നറിയോ? ഇയാള് കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവൂല, പക്ഷേ അയാള് നല്ല വ്യക്തിത്വമാണ്. കമാല്, പരിപൂർണനാണ് അയാൾ. നല്ല സ്വഭാവം, നല്ല വ്യക്തിത്വം. അതിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാറുണ്ട്. നമ്മളൊക്കെ പറയില്ലേ, അയാൾ എന്ത് നല്ല മനുഷ്യനാ, കാണാനൊന്നും രസം ഉണ്ടാവൂല. ഇനി മൂന്നാമതൊരു ബന്ധമുണ്ട്. ഇനി മൂന്നാമതൊരു കാരണമുണ്ട്. അതെന്തെന്നറിയോ? അത് കാണാൻ ഒരു മുഞ്ചും ഉണ്ടാവൂല, അതുപോലെ യാതൊരു നിലയിലുള്ള സ്വഭാവവും നല്ലതായിരിക്കൂല, പക്ഷേ വാപ്പായിരിക്കും. ചില മക്കള് പറയില്ലേ, എന്ത് ചെയ്യാൻ ഉസ്താദെ, വാപ്പ ആയിപ്പോയില്ലെങ്കിൽ ഞാൻ അങ്ങേരെ തല്ലിക്കൊന്നേനെ. ചില വാപ്പമാര് പറയും, എന്ത് ചെയ്യാനാ, മോനായിപ്പോയില്ലേ. ചില പെണ്ണുങ്ങള് പറയും, കാണാനൊന്നും ഇയാളൊരു കുറ്റാലില്ല, സ്വഭാവവും എന്നെക്കാൾ അറിയുന്ന ആരുമില്ലല്ലോ ഈ ലോകത്ത്, കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ, പിന്നെന്ത് ചെയ്യാനാ, കെട്ടിയോനായി പോയില്ലേ എന്ന് പറയുന്നത് ഖറാബത്താണ്. സ്നേഹിക്കുന്നതിന്റെ മൂന്നാമത്തെ മാനദണ്ഡം ഖറാബത്ത്. ഇനി നാലാമതൊരെണ്ണുണ്ട്. അതാണ് സംഘാടകര് ഞാനും തമ്മിലുള്ള ബന്ധം, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം. അൽ ഇഹ്സാൻ, ഉപകാരം. ഇപ്പൊ എനിക്ക് നിങ്ങളെ കൊണ്ട് എനിക്കൊരു, എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമുണ്ട്. 2 മണിക്കൂർ എന്ന് പറഞ്ഞു. മുനീർ ഹുദവിയോട് ഇഹ്സാന്റെ സ്നേഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞു. EP അബൂബക്കർ മൗലവിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. റിയാസ് മന്നാനി മൻസൂരിനോട് ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇന്നിപ്പോ എന്നോട് തുടർന്നുകൊണ്ടിരിക്കുന്നു, കഴിയും, അല്പ കഴിയുമ്പോൾ കഴിയും. അതാണ് ഇഹ്സാൻ. കാണാൻ മൊഞ്ചല്ല, അതുപോലെ തന്നെ വ്യക്തിത്വവും നല്ലതല്ല, ബന്ധുവല്ല. എന്തെങ്കിലും ചില്ലി കാശ് അയാളെ നിന്ന് കിട്ടും. ഒരാള് പണക്കാരനാണ്, അപ്പൊ അയാളെ മാമാ സാറേ എന്നൊക്കെ വിളിച്ച എന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ ആ ഒരു സ്നേഹം നമ്മൾ കാണിക്കാറുണ്ട്. ഈ 4 ഏതെങ്കിലും ഒരു ബന്ധമില്ലാതെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കോ? പറ. ഉറക്കം വരണ?
ഈ നാലിലേതെങ്കിലും ഒരു കാരണമില്ലാതെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുവോ? ഇല്ലാന്ന് മാത്രമല്ല, ഈ 4 മാനദണ്ഡം വെച്ച് നോക്കിയാലും സ്നേഹിക്കപ്പെടാൻ അർഹതപ്പെട്ടത് നബി മുഹമ്മദ് മുസ്തഫ എന്നല്ല, ഈ 4 കാരണവും നബിതങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്നതാണ്. അതാണ് നമുക്ക് ഇത്ര സ്നേഹം. നോക്കൂ നിങ്ങൾ, അൽ ജമാൽ, നബിതങ്ങളുടെ സൗന്ദര്യം എത്ര വലുതാണെന്നറിയോ? അള്ളാന്റെ ഹബീബിന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണോ പറയാൻ കഴിയും. എത്ര വലിയ സൗന്ദര്യമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിനകത്ത് നൂലുകൊണ്ട്, സൂചിയും നൂലും കൊണ്ട് തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളുള്ള വീടല്ലല്ലോ അന്നത്തെ നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിനകത്ത് വിളക്കിന്റെ എണ്ണ തീർന്നു പോയി. കാരണം അവരുടെ എണ്ണ വിളക്കാണ്. ആ എണ്ണ വിളക്കിൽ തന്നെ പലപ്പോഴും വിളക്കിൽ എണ്ണ ഒഴിക്കാതെ അവര് മാറ്റിവെക്കും. എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെ വിളക്കിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കുടിക്കാനും കഴിക്കാനും എണ്ണയില്ല. അതുകൊണ്ട് തന്നെ കമ്മിയായ സമയത്ത് പലപ്പോഴും വിളക്കിൽ എണ്ണ ഒഴിക്കില്ല. അങ്ങനെ വിളക്കിൽ എണ്ണയില്ലാതെ വിളക്കണമെന്ന് പോയ നിമിഷത്തിൽ തയ്ച്ചുകൊണ്ടിരുന്ന സൂചി നിലത്ത് വീണുപോയി. അതിങ്ങനെ നോക്കുകയാണ്, പരതുകയാണ്, എവിടെയാണ് സൂചി? അത് കാണുന്നില്ല. ആ സമയത്താണ് ഇതാ കടന്നു വരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആ റൂമിനകത്തേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോ അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വലത കൊണ്ട് ആയിഷ ബീബി നിലത്ത് കിടക്കുന്ന സൂചി എടുത്തു. ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, നാടകത്തിന്റെ ഇതിവൃത്തമല്ല, സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഏതെങ്കിലും കഥാപുസ്തകത്തിലുള്ളതല്ല, ഏതെങ്കിലും രചനകളിലുള്ളതല്ല. താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്, സീറകളിൽ കാണാൻ കഴിയുന്നത് അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം കണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിലത്ത് വീണ സൂചി എടുത്തു എന്നാണ്. അതല്ലേ മൗലിദിൽ നമ്മൾ പറയുന്നത്, ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? ഇന്ന ബൈതനന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന വീട്, അങ്ങുള്ള ഒരു റൂം, ആ റൂമിനകത്ത് ലൈസ മുഹ്താജൻ ഇലാ സുറുജി, ഒരു വിളക്കിന്റെ ആവശ്യമില്ല നബിയെ, ഒരു വിളക്കിന്റെ ആവശ്യമില്ല റസൂലേ. അങ്ങയുടെ നെറ്റിത്തടത്തിനും നടിക്കുന്ന പ്രകാശം കാരണം നമുക്കത് കാണാൻ കഴിയോ? ഒരു ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയില് ആയിഷ ബീവി നോക്കുമ്പോ വിരിപ്പില് റസൂലുള്ള ഇല്ല. ആയിഷ ബീവി അത്ഭുതപ്പെട്ടു പോയി, ഭയവികുലയായി, വിഷാദ വിഷണ്ണയായി, വ്യാകുല വികുലയായി, സംഭീതയായി, പരിഭ്രമചിത്തയായി. എന്റെ ഭർത്താവ് എവിടെ പോയെന്നറിയില്ലല്ലോ. ഒരു പക്ഷേ എന്റെ റൂമിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥലം ആയിഷക്കറിയാ. അത് അടുത്തുള്ള പള്ളിയാണ്, ഒരു കർട്ടന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ പള്ളിയിലേക്ക് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഇനിയുള്ള സ്ഥലമേതാണ്? തന്റെ ഭാര്യമാരുടെ വീടുകളാണ്. ഒരു ഭാര്യയുടെ വീട് ചാന്നാങ്കര, മറ്റൊരു ഭാര്യയുടെ വീട് കണിയാപുരത്ത്, അടുത്തത് പള്ളിപ്പുറത്ത്. അങ്ങനെയല്ല, 11 ഭാര്യമാരെ താമസിച്ചിരുന്നത് മദീന പള്ളിയുടെ മസ്ജിദുൻ നബവിയുടെ 4 ഭാഗത്താണ്. 4 ഭാഗത്ത് ഇങ്ങനെ വളച്ചു കെട്ടിയ രീതിയിലാണ് അവരുടെ ഭാര്യമാരുടെ വീട്. അതിനെ അറബിയിൽ പറയുന്നതാണ് ഹുജറാത്ത്, അർത്ഥം കുടിലുകൾ എന്നാണ്. ആ അധ്യായം തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കുടിലുകളെ പറ്റി പറയാനുള്ള അധ്യായമാണ്. ആ വീടുകളിൽ ഓരോ വീട് മുറ്റത്ത് ചെന്നിട്ട് ചോദിച്ചു, പാതിരാത്രിയാണ്, എന്റെ റസൂൽ ഇവിടെ വന്നോ? ഭാര്യമാര് പറഞ്ഞു, ഇല്ലല്ലോ ആയിഷ, ഇവിടെ ഇല്ല ആയിഷ. അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാന്റെ ഹബീബിന് എന്തെങ്കിലും ആപത്ത് പറ്റിയോ പേടിച്ചുകൊണ്ട് ആയിഷ ബീവി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ ബഖീന്റെ ഭാഗത്ത്, ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന അവിടുത്തെ വിശ്വാസികളെ മറമാടുന്ന ആ മയ്യത്തടക്കുന്ന ഖബർസ്ഥാന്, ആ ജന്നത്തുൽ ബഖീ, ആ ഭാഗത്തൊരു പ്രകാശം കാണുകയാണ്. ഒരു മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെയല്ല, എന്തോ ഒരു വലിയ പ്രകാശം അവിടെ കാണുകയാണ്. മനസ്സിലായി, എന്റെ റസൂല് തന്നെയാണ്. ആയിഷ ബീവി രാത്രി ഓടുകയാണ്. വീട്ടിൽ നിന്ന് ഓടി ബഖീലെത്തുമ്പോ നബിതങ്ങളുടെ പ്രകാശം തന്നെയാ കണ്ടത്. ആയിഷ ബീവിയോട് നബിതങ്ങൾ ചോദിച്ചു, നീ പേടിച്ചു പോയോ? നീ പേടിച്ചു പോയോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളെ കാണാതിരുന്നു.
എന്ന് കിട്ടിയപ്പോൾ ഭയപ്പെട്ട് പേടിച്ചിട്ട് അവസാനം നബി തങ്ങളെ കണ്ടപ്പോ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഒരു തമാശ പറഞ്ഞു. എന്താന്നറിയോ നബിയെ, ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാളെ പിന്നെ രാത്രി കണ്ടില്ലെങ്കിൽ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി റസൂലുള്ള ചിരിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത അറിയോ? ഇന്ന് ശഅബാന്റെ 15ാമത്തെ രാത്രിയാണ് ആയിഷ. ഇന്ന് കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്തവന് അല്ല പുറത്തു കൊടുക്കുന്ന രാത്രിയാ. ആടിന്റെ രോമമെണ്ണാ നിങ്ങൾക്ക് കഴിയോ? ഇവിടത്തെ ആടിന്റെ രോമമെണ്ണാ നിങ്ങൾക്ക് കഴിയോ? കൽബ് ഗോത്രത്തിന്റെ ആടിന്റെ പ്രത്യേകത രോമം കൂടുതലാണ്. അത്രയും വലിയ പാപം ചെയ്തവനാണേലും അല്ല പുറത്തു കൊടുക്കുമെന്നാണ്. ആ രാത്രിയിൽ എങ്ങനാണ് ആയിഷ എനിക്കവിടെ കിടക്കാൻ പറ്റുക? എന്റെ മുൻഗാമികളെ ഞാൻ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ഞാൻ റബ്ബിലേക്ക് അടുക്കുകയാണെന്ന് പറഞ്ഞ പൊന്നാര നബി തങ്ങളെ എങ്ങനെയാണ് രാത്രി കണ്ടത്? റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിലാണ്, നബി തങ്ങളുടെ സൗന്ദര്യമാണ്. ചോദിക്കട്ടെ, ചില ആളുകൾ പറയാറുണ്ടല്ലോ യൂസുഫ് നബിയെ പോലെ സൗന്ദര്യം. ആരും ഇതുവരെ മുഹമ്മദ് നബിയെ പോലെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? യൂസുഫ് നബിയെ പോലെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കും, അപ്പൊ സൗന്ദര്യം യൂസുഫ് നബിക്കാണോ? അല്ല. മേറാജിന്റെ യാത്രയിൽ 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയെ കണ്ടത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വന്നിട്ട് പറഞ്ഞു, ഞാൻ 3-ാം ആകാശത്തെത്തുമ്പോൾ ഫൈദാ ബി അഖി യൂസുഫ്, എന്റെ സഹോദരൻ യൂസുഫിനെ കണ്ടു. നോക്കുമ്പോ എന്റെ സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫിൽ ഞാൻ കണ്ടു. അപ്പോ സൗന്ദര്യത്തിന്റെ നേർ പകുതി യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തു. ആ യൂസുഫ് നബിയാണ് എല്ലാവരും ഉപമിക്കുന്നത് സൗന്ദര്യത്തിൽ. നബി തങ്ങളെ ആരും ഉപമിക്കാറില്ല. എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂര്യനെ പോലെ സൗന്ദര്യം? ഇല്ല. പറയുന്ന എന്താ? ചന്ദ്രനെ പോലെ സൗന്ദര്യം. എന്താ കാര്യം? പിറ കാണുന്ന സമയത്ത് അതിന് പറയുന്നത് ഹിലാൽ എന്ന. ഹിലാൽ, ഇതാ റഅയ്തുമുൽ ഹിലാൽ. ഹിലാൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ കീറലാണ്. അത് വലുതായി 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 വരുന്നോറും അതിന്റെ പേര് ബദർ 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 എന്നാണ്. 14-ാം രാവിലെ അഥവാ 15-ന്റെ അന്ന് രാത്രി എത്തുമ്പോ അത് ഒരു ഒറട്ടിയുടെ വലിപ്പം ഉണ്ടാവും. അതിന്റെ പേര് ഖമർ എന്നാണ്. ഹിലാല് ബദറായി, ബദർ പിന്നെ ഖമറാവും. ഈ പരിപൂർണ ഒറട്ടിയുടെ വലിപ്പത്തിന് വരുന്നതാണ് അതിന്റെ ഹൈ ക്ലാസ്. അങ്ങനെ കാണുമ്പോഴും വീടിന്റെ മുകളിൽ കിടന്നത് കണ്ടോണ്ട് കിടക്കാൻ എന്ത് രസമാണ്. ആ ചന്ദ്രനെ വെളുക്കുന്നത് വരെ നമുക്ക് കണ്ടോണ്ട് കിടക്കാം. 14-ാം രാവിലെ അന്ന് നിലാവ്, അന്ന് നല്ല നിലാവാണ് ആ രാത്രി. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നേരം വെളുക്കുന്നത് വരെ ഈ ചന്ദ്രനെ, അതും പൂർണ്ണമായ പരിപൂർണ ആ ഖമറിനെ കാണാൻ നമുക്ക് കഴിയും വെളുക്കുന്നത് വരെ. നാളെ നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സൂര്യനെ കാണാൻ പറ്റും? പറ്റില്ല. കാരണം സൂര്യൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല. ചന്ദ്രൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. യൂസുഫ് നബിയെ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റും, നബിതങ്ങളെ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് മിസ്റിലെ പെണ്ണുങ്ങൾ പറഞ്ഞല്ലോ, സലീഹ ഒരു ആപ്പിൾ കൊടുത്തിട്ട് ഓരോരുത്തരുടെ കയ്യിലെ ആപ്പിളും അതുപോലെ തന്നെ കത്തിയും കൊടുത്തിട്ട്, ഞാൻ യൂസുഫിനെ കയറി പിടിച്ചത്, ഞാൻ യൂസുഫിനെ പ്രേമിച്ചത്, ഞാൻ യൂസുഫിനെ ഇഷ്ടപ്പെട്ടത് ഇവിടത്തെ പെണ്ണുങ്ങളെ കളിയാക്കുകയാണ്. എന്നാ പെണ്ണുങ്ങളെ കേട്ടോ, നിങ്ങള് ഈ പറയുന്ന യൂസുഫിനെ നിങ്ങളൊന്ന് കാണോ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളുടെ കയ്യിൽ ആപ്പിളും കൊടുത്ത് മൂർച്ചയുള്ള കത്തിയും കൊടുത്തിട്ട് ഒരുക്കി നിർത്തിയിരുന്ന പ്രത്യേക റൂമിനകത്തിരുന്ന് ആ യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനെ ഇറക്കി അങ്ങ് വിട്ടപ്പോ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹി മഹാദാ ബശറാ, ഇത് മനുഷ്യനല്ല, ഇൻഹാദാ ഇല്ലാ മലക്കുന കരീ, ഇതേതോ മലക്കാണ്, മനുഷ്യന് ഇത്ര സൗന്ദര്യം വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മിസ്റിലെ പെണ്ണുങ്ങളുടെ കൈകളിലിരിക്കുന്ന
ആപ്പിള് മുറിഞ്ഞിട്ട് വിരലുകൾ മുറിക്കപ്പെട്ടത് ആ പെണ്ണുങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആയിഷ ബീവി പറഞ്ഞിരുന്നെന്നറിയോ? മിസ്റിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയെ കണ്ടിട്ട് അവരുടെ കൈ മുറിക്കപ്പെട്ടത് അറിഞ്ഞില്ലെങ്കിൽ എന്റെ ഹബീബിന്റെ ഭർത്താവിന്റെ റസൂലിനെ കാണണ്ട, അവിടുത്തെ ഇവിടെ നെറ്റിത്തടത്തെ വന്ന് കണ്ടിരുന്നെങ്കിൽ മിസ്റിലെ പെണ്ണുങ്ങൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. അത്രയും വലിയ സൗന്ദര്യം. ഒരാളെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് പഠിക്കണം നബിതങ്ങളെ പറ്റിയിട്ട്. റസൂലുള്ളാഹിനെ പറ്റി പഠിക്കണം, റസൂലുള്ളാഹിനെ പറ്റി പഠിക്ക്. അല്ലാതെ ഓൺലൈൻ ഇബാദത്ത് എന്നും പറഞ്ഞ് ചരുവം വെച്ച് ഊതായിരുന്നാ പറ്റൂല. പഠിക്കണം റസൂലുള്ളാഹിനെ പറ്റി, അള്ളാന്റെ ഹബീബിനെ പറ്റി പഠിക്ക്, നബിതങ്ങളെ പറ്റി പഠിക്ക്. പഠിച്ചിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്ക്. അങ്ങനെ മനസ്സിലാക്കി അത് ഓർത്ത് കിടക്കുമ്പോ നമുക്ക് കണ്ണില് ഉറക്കത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയായ നമുക്കതിനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അതുകൊണ്ട് സ്നേഹിക്കുന്നത് സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, രണ്ടാമത് സ്നേഹത്തിന്റെ മാനദണ്ഡം പറഞ്ഞല്ലോ, അത് കമാലാണ്. ജമാല്, കമാല്, പൂർണ്ണത. ഒരു മനുഷ്യന്റെ പൂർണ്ണത, ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് രണ്ടാമതായിട്ട്. ആ വ്യക്തിത്വത്തിന്റെ പേരിൽ ഒരാള് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടതാരാണ്? ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചില ആളുകളടുത്ത് നമുക്ക് സംസാരിച്ചിരിക്കാൻ നേരം വെളുക്കുന്നത് വരെ സംസാരിച്ചാലും നമുക്ക് കൊതിരിയില്ല. നാളെ ആരാ പ്രസംഗം? ഏതെങ്കിലും മേലാറ്റൂര്. ഒരു വ്യക്തിത്വത്തിൽ ഇപ്പൊ കൊടുക്കുകയാണോ? കൊടുക്കുമ്പോ പറയാം. സാധാരണ ഈ കവർ വന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാം? പ്രസംഗം നിർത്താനായി അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പൊതുവെ അങ്ങനെയാണ്. ഇനി പറഞ്ഞാലും 10:30 ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 10:10. വ്യക്തിത്വത്തിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കും, സൗന്ദര്യത്തിന്റെ പേരിലല്ല. വ്യക്തിത്വത്തിന്റെ പേരിൽ. സൗന്ദര്യമൊന്നും ഉണ്ടാവൂല, നല്ല വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല വ്യക്തിത്വം ആർക്കാണ്? നമ്മൾ പറയും നബിക്കാണ്, കാരണം ആ വിഷയമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ രേഖ വേണം, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തെളിവുണ്ടാകണം. നോക്കൂ, ഇപ്പോ ഹസൻ അമാനി എന്നെ വിളിക്കാൻ ഞാൻ എങ്ങനായിരിക്കും നോക്കുക? ഹസൻ അമാനി എന്നെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെയായിരിക്കും നോക്കുക, അല്ലേ? ആര് വിളിച്ചാലും നമ്മൾ എങ്ങനെ നോക്കുന്നത്? തല തിരിച്ചിങ്ങനെ നോക്കും. പക്ഷേ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ നബിതങ്ങൾ ആരെങ്കിലും ഒരാള് പിന്നിൽ നിന്ന് വിളിച്ചാൽ തലതിരിച്ചിട്ട് റസൂലുള്ള നോക്കാറില്ല. പിന്നെയോ ഓടലോടെ ശരീരമാസകല തിരിഞ്ഞിട്ടേ നോക്കാറുള്ളൂ. എന്തുകൊണ്ടെന്നറിയോ? വിളിക്കുന്നവനെ റെസ്പെക്ട് ചെയ്യുകയാണ്, വിളിക്കുന്നവനെ പ്രയോറിറ്റി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടവനാണല്ലോ. അതുകൊണ്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് ശരീരം ഓടലോടെ തിരിയുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മാത്രമല്ല, മുസാഫഹത്ത് ആരെങ്കിലും ചെയ്താൽ, ആരെങ്കിലും ആ കയ്യിലൊന്ന് പിടിച്ചാൽ, നമ്മുടെ കയ്യിലാണ് മുസാഫഹത്ത് ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരച്ചോണ്ടങ്ങ് പോവാണ്. കാരണം സമയമില്ലല്ലോ. ഓരോരുത്തട കൈ കൊടുക്കുമ്പോ ആ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് കൈവിട്ടിട്ട് അടുത്ത ആളിനെ കൈ കൊടുക്കുകയാ. പക്ഷെ ആരംഭ പോവായ ഹബീബിന്റെ കയ്യിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ, അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്താൽ പിടിക്കുന്ന ആള് കൈവിടുന്നത് വരെ റസൂലുള്ള വിടില്ല. റസൂലുള്ളാഹിന്റെ കൈ ആരാണോ പിടിച്ചത് അയാള് കൈവിടുന്നത് വരെ റസൂലുള്ള വിടില്ല. അത്രയും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, മക്കയിലെ അബൂ ത്വാലിബ് എന്നവര് കൂടി മരിച്ചപ്പോ ആദ്യം പ്രിയപ്പെട്ട വാപ്പയില്ലാതെയാണ് ജനിച്ചത്. 2 മാസം ഉമ്മയുടെ ഗർഭാശയത്തില് അള്ളാന്റെ ഹബീബ് കിടക്കുമ്പോഴാണ് വാപ്പ മരിക്കുന്നത്. ജനിച്ചതിനു ശേഷം
അതിനുശേഷം 6 വയസ്സെത്തിയപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എല്ലാവർക്കും വിഷമമുണ്ടാകുന്ന സമയമാണ്. ആരെങ്കിലുമൊക്കെ മരിച്ചുപോയാൽ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയാണ് നമുക്ക് സങ്കടം, മരിച്ചവരെ പറ്റിയല്ല. അല്ലേ? നൗഫൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ആ നൗഫലിന്റെ ഉമ്മയും വാപ്പയും മരിച്ചു, ഭാര്യയും 3 മക്കളും മരിച്ചു. വയനാട്ടിൽ വിദേശ രാജ്യത്ത് പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളർന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് സമ്പാദിച്ചു. ആ നൗഫല് വീട് വെച്ചു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഭാര്യയും 3 മക്കളും താമസിക്കുന്ന വീട് വയനാടിലെ ചൂരൽമലയിലെ ഒലിച്ചുപോയെന്ന വാർത്തയറിഞ്ഞിട്ട് വാഹനം കയറി വിദേശത്ത് നിന്ന് നാട്ടിലെത്തുമ്പോ വീട് നിന്ന ഭാഗത്തൊരു ഉരുളന് പാറയല്ലാതെ മറ്റൊന്നുമില്ല. ഓരോ മയ്യത്തുകൾ കൊണ്ടുവരുമ്പോ തല പൊട്ടിപ്പോയത്, മുഖം അടർന്നു പോയത്, കണ്ണില്ലാത്തത്, തലയോട്ടിക്ക് പകരം ചെളി നിറഞ്ഞത്. ചിത്രങ്ങൾ പലരും വയനാട്ടിലുള്ള സഹോദരങ്ങൾ അയച്ചു തന്നു. 1-2 ഫോട്ടോസ് മാത്രമാണ് നോക്കിയത്. കാരണം എന്തെന്നറിയോ? കാണാൻ നമുക്ക് കഴിയില്ല. ആ നിലയിൽ വികൃതമായി മരണപ്പെട്ട ഓരോ മയ്യത്തുകൾ ഈ അടുത്ത സമയത്തല്ലേ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു പാവപ്പെട്ടവന്റെ വാപ്പയെ അടക്കിയിരിക്കുന്നത് 3 ഖബറിലാണ്. 3 സ്ഥലത്താണ് വാപ്പയടക്കിയിരിക്കുന്നത്. അരയ്ക്ക് താഴോട്ട് ഒരു കുഴിയില്, അരയ്ക്ക് മുകളിലോട്ട് കഴുത്തിന് താഴോട്ട് മറ്റൊരു ഖബറില്. കിട്ടുന്നതനുസരിച്ച് കൊണ്ടുവന്നടക്കിയതാണ്. പരിശോധന നടത്തിയിട്ട് മീസാൻ കല്ല് നമ്പർ കുറിച്ചിട്ടുണ്ട്. ആ മീസാൻ കല്ലിനടിയിൽ അടക്കിയതിന്റെ സാമ്പിൾ എടുത്തിട്ട് പരിശോധന നടത്തിയപ്പോൾ ആ രക്തസാമ്പിളിലും അതുപോലെ തന്നെ ബോഡിയിലെ DNA ടെസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ എല്ലാ പാർട്സുകളും എണ്ണി നോക്കുമ്പോ 3 ഖബറിലാണ്. ആ നിലയിൽ ഓരോ മയ്യത്തുകളുടെ ശരീരഭാഗങ്ങൾ വേർപെട്ട് വന്ന ഓരോ മയ്യത്തുകളെ നോക്കിയിട്ട് മകനാണോ മകളാണോ എന്ന് നോക്കുന്ന നൗഫലിന്റെ ചിത്രം. നമുക്ക് അവനോടാണ് സഹതാപം, വിഷമം. മരിച്ചവരോട് വിഷമമില്ല. അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ മരിച്ച ശ്രുതി. ആ പ്രിയപ്പെട്ട സഹോദരിയെ ജോൺസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിന് എൻഗേജ്മെന്റ് നടന്നു. പോട്ടെ മോളെ, നിന്റെ അച്ഛനില്ലെങ്കിൽ എന്താണ്, അമ്മയില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ ചേർത്ത് നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. അവളെയും കൊണ്ട് വാഹനത്തിൽ യാത്ര പോകുമ്പോ മാനന്തവാടിക്കടുത്ത് വെച്ച് അപകടത്തിൽ ആ പ്രിയപ്പെട്ടവരും മരിച്ചു. ആലോചിച്ചു നോക്കൂ, നമുക്ക് സഹതാപം ആരോടാണ്? കല്യാണത്തിന്റെ മോഹത്തോടെ നടന്ന ജോൺസൺ മരിച്ചതിലല്ല, അച്ഛനും അമ്മയും മരിച്ചതിലല്ല, അച്ഛനും അമ്മയും ഭർത്താവായി വരാൻ പോകുന്ന പരിശുദ്ധ വരനും നഷ്ടപ്പെട്ടു പോയ ശ്രുതി എന്ന പെങ്ങളോടാ നമുക്ക് സഹതാപം. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ 6 വയസ്സുള്ളപ്പോ ഉമ്മ മരിച്ചു, വാപ്പയില്ല. ഉമ്മതാ ഉള്ളത്, ഉമ്മയും മരിച്ചു. ആ പ്രിയപ്പെട്ട മകൻ ചെറിയ കുഞ്ഞളം കൈകൊണ്ട് മണ്ണ് വാരിയിട്ട് ഖബറിലിട്ടു. എന്നിട്ട് വന്നു ആരാ ഏറ്റെടുത്തത്? അബ്ദുൽ മുത്തലിബ് എന്ന പിതാമകൻ. പോട്ടെ മോനെ അല്ലമീനെ, മുഹമ്മദേ പോട്ടെ, എന്റെ മോൻ അബ്ദുള്ള ഇല്ലെങ്കിലും എന്റെ മരുമകൾ ആമിന ഇല്ലെങ്കിലും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു. അധിക നാളെ നീണ്ടില്ല, അബ്ദുൽ മുത്തലിബ് എന്ന പിതാമകനും മരണപ്പെട്ടു. അബൂ താലിബ് എന്ന പിതൃവിനെ ഏറ്റെടുത്തു മൂത്താപ്പ. ആ പ്രിയപ്പെട്ട മൂത്താപ്പ ഏറ്റെടുത്തു. എല്ലാ നിലയിലും ആർക്കും ഇട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പോന്നു. ആ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ് മരിക്കുന്ന ആ സമയത്ത് വല്ലാത്ത സങ്കടം. ഇതിനിടയിൽ 25-ാമത്തെ വയസ്സിൽ ഖദീജ എന്ന ഏറ്റവും വലിയ സമ്പന്നയായ യുവതി ജീവിതത്തിൽ വന്നു. ഇന്ന് കുറെ അത് എന്റെ നാട്ടിന്റെ ഭാഷയാണ്, അത് പറഞ്ഞാൽ ശരിയാവും. കുറെ ആളുകൾ അങ്ങനെ തന്നെ പറയാം, നബിതങ്ങളെ സ്ത്രീ ലംബടനാക്കി ചിത്രീകരണം. ഈ എരപ്പാളികൾ ചീത്തല്ല ആണോ? എനിക്കത് വെട്ടിക്കളയാം. ഇവനൊക്കെ വല്ല വിവരമുണ്ടോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സ്ത്രീ ലംബടനാണെന്ന് പറയുന്ന വിവരദോഷികൾ നിങ്ങൾ രണ്ടുമല്ലേ ഇവിടെ ഇരുന്നത്?
എന്താ ഡബിളാ അങ്ങനെ പോയല്ലേ ഇടയ്ക്ക്. ഈ സ്ത്രീ ലംബടനാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നു, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവനൊക്കെ ഒരു നിമിഷം നബി തങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നമ്മളിൽപ്പെട്ടവരും പറയും, ഓ അതൊക്കെ മോശമായി പോയി. വലിയ കാക്ക കാജ ബീഡിയും വലിച്ചോണ്ടാ പറയുന്നത്, അതൊക്കെ മോശമായി പോയി. ആയിഷ ബീവി 8-ാമത്തെ വയസ്സിൽ 6-ാമത്തെ വയസ്സിൽ 8-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ ശരിയാണോ? അതൊക്കെ ഇച്ചിരി കടന്നുപോയി എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ചില കാക്കന്മാരും ഉണ്ട്. പക്ഷെ ഒന്നോർത്തോ, നബിതങ്ങൾ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജയെ കല്യാണം കഴിക്കുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിനു മുമ്പ് 2 പേര് കല്യാണം കഴിച്ച് 2 ഭർത്താക്കന്മാരും മരിച്ച് അതിൽ മക്കളും കൊണ്ട് വിധവയായിരുന്നു. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ റസൂലുള്ള വേറെ ഒരു കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം നബിതങ്ങൾക്കാകെ മൂഡൌട്ടായി. ബാപ്പ പോയി, ഉമ്മ പോയി, അബ്ദുൽ മുത്തലിബ് പോയി, ഇപ്പൊ അബൂ താലിബ് എന്നവര് പോയി, ഖദീജയും പോയി, എല്ലാരും പോയി. ഇനി ആരെന്നെ സംരക്ഷിക്കും എന്ന അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ കുറവല്ല, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒരു ദുഃഖം. ആ സമയത്ത് പലരും വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പുതിയ വിവാഹത്തെ പറ്റി ആലോചിക്കാം. സമ്മതിച്ചില്ല ആയിഷ നബിതങ്ങൾ. അവസാനം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ആയിഷ ബീവിയോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഓ എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദേഷ്യം വന്ന് ആയിഷ ബീവിക്ക് പേര് കേൾക്കുമ്പോ ദേഷ്യം വരും. കാരണം എന്തു പറഞ്ഞാലും എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. അവസാന സത്യസന്ധമായി ആ ഖദീജ ബീവിയുടെ എല്ലാ വിശേഷണങ്ങളും വെച്ചുകൊണ്ട് ആയിഷ ബീവി തട്ടിക്കേറി. എങ്ങനെന്നറിയോ? നബിയെ, ഞാൻ കന്യകയല്ലേ, ഞാൻ സുന്ദരിയല്ലേ, ഞാൻ അങ്ങയുടെ കൂട്ടുകാരന്റെ മകളല്ലേ, അബൂബക്കർ സിദ്ദീഖിന്റെ. ഇനിയും മരിച്ച് മണ്ണോട് ചേർന്ന് പോയ പല്ലിന്റെ മോണ ചുമന്നിരിക്കുന്ന ഒരു വൃദ്ധയായ ഒരു പെണ്ണിനെ, ഖുറൈശി വനിതയെ പറ്റി ഇനി എന്തിനാ നിങ്ങൾ ഓർക്കുന്നേ? അപ്പൊ അവരുടെ പ്രായം മനസ്സിലായില്ലേ? ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, നീ ഇനി എത്ര എന്നെ സ്നേഹിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചാലും എന്റെ ഖദീജയോളം നീ വരില്ല, എന്റെ ഖദീജയോളം നീ വരില്ല. എനിക്ക് മക്കൾ 6 മക്കളെ തന്നത് ഖദീജയാണ്. 7-ാമത്തെ ഇബ്രാഹിം എന്ന മകനെ മാരിയത്തുൽ ഖിബ്തിയ. അപ്പൊ എനിക്ക് മക്കളുണ്ടായത് ഖദീജയിലാണ്. ഞാൻ ദരിദ്രനായിരുന്നു, പിന്നീട് ദരിദ്രനല്ലേ. ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോഴല്ലേ ഈത്തപ്പഴവും പച്ചവെള്ളം മാത്രം ഉണ്ടെന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. നമ്മളിപ്പോഴാണെങ്കിൽ പെണ്ണിന്റെ വാപ്പാടെ പുറകെ മാമ താമാമ എന്നും പറഞ്ഞ് നടക്കും, തെണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ലേ. സ്ത്രീധനോ അച്ചാരോ സ്വർണവും കൂടുതൽ ചോദിക്കാൻ നാണോ ഉണ്ടോ, ഉളുപ്പുണ്ടോ? എന്നിട്ട് മാമ കൊടുക്കുന്നതിൽ നിന്നാണ് മഹർ അങ്ങോട്ട് കൊടുക്കുന്നത്. ഈ പാവപ്പെട്ടവനെ തെണ്ടി വാങ്ങിയിട്ടാണ് വണ്ടിയും വിളിച്ച് കൂട്ടുകാരന്മാരെ മുഴുവനും കൊണ്ടുവന്ന് തീറ്റിക്കുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിച്ചു. എന്താ സമർപ്പിച്ചത്? ഞാൻ എന്റെ ചാന്നാങ്കരയിലെ സഹോദരിമാരോട് ചോദിക്കുകയാ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഖദീജ ബീവി നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുഴഞ്ഞ് ഖദീജ ബീവി നിസ്കാരം ഉണ്ടായിരുന്നോ? ഖദീജ ബീവി വഫാത്താവുന്ന കൊല്ലമല്ലേ നബിതങ്ങൾക്ക് സങ്കടം വന്നപ്പോ അള്ളാഹ് മിഅ്റാജിന് കൊണ്ടുപോയത് 51-ാമത്തെ വയസ്സിൽ. അപ്പോഴല്ലേ നിസ്കാരം നിർബന്ധമായത്. നിസ്കാരം നിർബന്ധമാകുമ്പോ ഖദീജ ബീവി മണ്ണിനടിയിലല്ലേ, ജന്നത്തുൽ മുഅല്ലയിൽ. അപ്പൊ എങ്ങനെ ഖദീജ ബീവി നിസ്കരിക്കും? ശരി, അപ്പൊ നോമ്പ് പിടിച്ചിട്ടുണ്ടോ? ഈ 50-ാമത്തെ വയസ്സിൽ യാത്ര പോയി, 51-ൽ പോയിട്ട് തിരിച്ചു വന്ന് 3 വർഷം കഴിഞ്ഞ് മക്കയിലേക്ക് പോയി. 2 കൊല്ലം കഴിഞ്ഞ് 55-ാമത്തെ വയസ്സിലാണ് ഹജ്ജും അതുപോലെ നോമ്പ് നിർബന്ധമായത്. അപ്പൊ ഖദീജ ബീവി ഹജ്ജുമില്ല, നോമ്പുമില്ല, നിസ്കാരവും ഇല്ല. അവര് ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നിർബന്ധമില്ല. അപ്പൊ ഖദീജ ബീവി എന്താ ചെയ്തത്? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്നെ ജീവനോളം സ്നേഹിച്ചു എന്റെ ഖദീജ, എന്റെ ജീവനോളം എന്നെ ഖദീജ സ്നേഹിച്ചു. മാത്രമല്ല വവജദക ആയിലൻ ഫഅഗ്നാ,
ഞാൻ ദരിദ്രനായിരുന്നപ്പോ എന്റെ ഖദീജയുടെ സമ്പാദ്യം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെ വരുത്തുന്നു. വലിയ സമ്പന്നയാണ്, എല്ലാം അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തു. അവസാനം ഖദീജ ബീവി മരണപ്പെടുമ്പോ നമുക്കറിയുന്നത് പോലെ നീളമുള്ള ഇദ്ദഖർ പുല്ല് വെട്ടിക്കൊണ്ടുവന്നാണ് കാല് പൊതിഞ്ഞത്. കഫൻ തികയുന്നില്ല. ആ നിലയിൽ മുഴുവൻ സമ്പാദ്യം അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തു ഖദീജ ബീവി. അതുകൊണ്ടാണ് ഖദീജ ബീവിയുടെ വഫാത്ത് വേളയിൽ അള്ളാന്റെ ഹബീബിന് സങ്കടമായത്. അങ്ങനെ ഖദീജയും പോയി, എല്ലാവരും പോയി, ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇനി ആരെ തന്നെ സംരക്ഷിക്കും? അങ്ങനെയാണ് ഇനി ഉമ്മയുടെ നാട്ടുകാർക്കാണ് പൊതുവെ സ്നേഹം അല്ലേ? ഉമ്മയുടെ വീട്ടുകാർക്കല്ലേ സ്നേഹം കൂടുതൽ? ഈ സാധാരണ മകളുടെ മക്കളോടാണോ സ്നേഹം, മകന്റെ മക്കളോടാണോ സ്നേഹം? യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള് മകന്റെ മക്കളാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ കിതാബുകളിൽ? മകന്റെ മക്കള് നമ്മുടെ മക്കളും മകളുടെ മക്കള് ആരാന്റെ മക്കളുമാണ്. എന്റെ മകന്റെ മകൻ എന്റെ മകനാണ്. എന്റെ മകളുടെ മകൾ വേറൊരാളുടെ മകന്റെ മോനല്ല, കുട്ടിയല്ലേ? പക്ഷെ നമുക്ക് സ്നേഹം പെമ്മക്കളുടെ മക്കളോടാണ്. കാരണം എന്താ? എന്റെ മോളുടെ മക്കളാണ്, എന്റെ മോന്റെ മക്കളാണെന്നൊക്കെ പറയുമ്പോ മരുവള ഓർമ്മ വരും, അപ്പോഴും സ്നേഹം കുറയും. എന്തൊക്കെയോ ഉണ്ട്. എല്ലാവരും ഒക്കെ മിണ്ടാതെ മൗനത്തിലൊക്കെ ഇരിക്കും. ഇവിടെ ഉണ്ടാ ഭാര്യ? കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഉമ്മയുടെ വീട്ടുകാരുടെ സ്നേഹമാണ്. നബിതങ്ങൾ ചിന്തിച്ചു, ഇനി ഇവിടെ നിന്നാ പറ്റില്ല, ആരുമില്ല, അതുകൊണ്ട് പോകാം ത്വാഇഫിൽ. ഞാൻ ഇപ്പൊ ഉംറയ്ക്ക് പോയി ആകെ 3-4 ദിവസം. നിങ്ങളുണ്ടായിരുന്ന 4 ദിവസം. കാരണം വർഷത്തിൽ ഒരിക്കൽ അവിടെ പോകാതിരിക്കാൻ മനസ്സനുവദിക്കില്ല. അൽഹംദുലില്ലാഹ് ഒരു 12 വർഷം കൊണ്ട് കൃത്യമായി. എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല, ഞാൻ പറയാൻ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല, എനിക്ക് ആ പണിയൊന്നുമില്ല. ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ പോയി പരിശുദ്ധമായ ഉംറ ചെയ്തിട്ട് നേരെ സിയാറത്തിന് വേണ്ടി മദീനത്ത് സിയാറത്തിന് വേണ്ടി പോയി. ആ മദീനയിൽ സിയാറത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് തലേ ദിവസം മക്കയിൽ നിന്ന് ത്വാഇഫിലേക്ക് പോയി. കാരണം നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത ഹലീമത്തു സഅദിയ എന്നവരുടെ നാട് ത്വാഇഫിലാണ്. അവിടെയാണ് നബിതങ്ങൾ അഭയം പ്രാപിച്ചത്. എല്ലാവരും മക്കയിൽ നിന്ന് മരിച്ചു, ഒരുപാട് കിലോമീറ്റർ പോണം. അവിടെ ചെന്നു. നിന്റെ ഉമ്മാരെ ആളുകൾ നോക്കിക്കോളും, ഹലീമത്തു സഅദിയുടെ ആളുകളല്ലേ. അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള ആളുകളെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങാടിയിലെ തൊട്ടി കുട്ടികളെ കൊണ്ട് ഇന്നത്തെ സ്വകാര്യ ചാനലുകളിൽ ഇരുന്ന് റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്ന കുറെ വൃത്തികെട്ട പാഴ് ജന്മങ്ങളുണ്ടല്ലോ, നപുംസകങ്ങള്. ആ ശ്വാനന്മാരെ പോലുള്ള ത്വായിഫിലെ അങ്ങാടിയിലെ തെരുവീതികളിലെ കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞു. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ ചോര ചാലിട്ടൊഴുകുകയാ. അവിടുന്ന് കുടിവെള്ളം നിഷേധിച്ചു, അവിടുന്ന് കൂകി വിളിച്ചു. നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോഴാണ് സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. നബിതങ്ങൾക്ക് ദാഹം സഹിക്കാൻ കഴിയാതെ വരുമ്പോ നബിതങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുത്തു. നബിതങ്ങളെ ചീത്ത വിളിച്ചു, കല്ലുവാരി എറിഞ്ഞു. സാധാരണ കല്ലെറിയുന്നതാരാ? പറ, ആരാ കല്ലെറിയുന്നത്? റോട്ട് ഞാൻ നടന്നു പോകുമ്പോ എന്നെ കല്ലെറിയുന്നവന് ഭ്രാന്തല്ലേ? എന്റെ മുഖത്ത് തുപ്പുന്നവന് ഭ്രാന്തല്ലേ? എന്നെ ഞാൻ നടന്നു പോകുമ്പോ കൂകി വിളിക്കുന്നവന് ഭ്രാന്തിന്റെ ലക്ഷണമല്ലേ? അതെ, അള്ളാന്റെ ഹബീബിനെ ചീത്ത വിളിച്ചു, റസൂലുള്ളാഹിനെ കൂകി വിളിച്ചു, നബിതങ്ങളെ കല്ലെറിഞ്ഞു, നബിതങ്ങളെ കാർക്കിച്ചു തുപ്പി. അള്ള കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മാനസിക ആശുപത്രി എവിടെയാ? ഭ്രാന്തന്മാരുടെ ആശുപത്രി എവിടെയാ? അത് ത്വാഇഫിലാണ്. അവിടെ ചെന്ന് ആ മല കയറി അങ്ങോട്ട് പോകുമ്പോ ആദ്യം കണ്ണിൽപ്പെടുന്നത് അവിടുത്തെ ഭ്രാന്തന്മാരുടെ ആശുപത്രിയാണ്. അള്ള കൊടുത്ത പണി, പടച്ചോൻ കൊടുത്ത പണി. ഏവൻ കണ്ണാടി ചിലിനകത്തിരുന്ന്
ഏത് വൃത്തികെട്ടവൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാലും എടോ നീ ഒന്നുകിൽ ഉടുതുണി വലിച്ചെറിഞ്ഞ് നീ നിന്നെ ബഹുമാനിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മാനസിക രോഗിയായും നടന്നിട്ടല്ലാതെ നീ ചത്തൊടുങ്ങൂല. അത് ഏവനായാലും ഏവളായാലും. ഒരു വൃത്തികെട്ടവളുണ്ട്, ശൈത്താൻ പിടിച്ചവൾ, ശൈത്താന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവൾ, ശൈത്താനുമല്ല ശൈത്താന്റെ അമ്മയ്ക്ക് കഞ്ഞി വെച്ചവൾ. അവളും പറയുന്നുണ്ട് റസൂലുള്ളാഹിനെ പറ്റിയിട്ട് നമുക്ക് നിയമമില്ലാതായി പോയി. ഇല്ലെങ്കിൽ കരണക്കുറ്റിക്ക് ഒരറ്റ ആടി കടിച്ചിട്ട് ചുമരിലേക്ക് അങ്ങ് ചേർത്ത് വെക്കാമായിരുന്നു. ചെയ്തു പോകും. നിങ്ങൾ ചെയ്യില്ല, ഞാൻ ചെയ്യും. കാരണം നമ്മുടെ ഹബീബിനെ പറ്റി നമ്മൾ ഇന്നുവരെ മുഹമ്മദ് എന്ന് പറഞ്ഞ് നമ്മളെ നിർത്തൂല. ഉടനെ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ നീ എന്ന് നമ്മൾ പറയില്ല, അങ്ങ് താങ്കൾ എന്ന് നമ്മൾ പറയും. അത്രയും വലിയ ബഹുമാനത്തോടെ നമ്മൾ കാണുന്ന ആ പ്രവാചകനെ പറ്റി എന്തെല്ലാം പറയുന്നു. ഈ കേരളത്തില് ഓരോ സ്വകാര്യ ഒരു മൊബൈൽ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അടച്ചിട്ട റൂമിനകത്തിരുന്ന് നബിതങ്ങളെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അത് കണ്ടിട്ട് ഓരോ വൃത്തികെട്ടവന്മാര് കമന്റ് എഴുതി അത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉരുട്ടി അവന്റെ ഒക്കെ മക്കൾക്ക് വായിൽ വെച്ചു കൊടുത്ത് അവർക്ക് ചോരയും നീരുണ്ടാക്കുന്ന കുറെ ഇരപ്പാളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവന്മാരൊക്കെ അള്ളാന്റെ ഹബീബിനെ പറ്റിയും അള്ളാനെ പറ്റിയും റസൂലിന്റെ ഭാര്യമാരെ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു നിമിഷം യവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് യവനെയൊക്കെ ഒരു ചെറിയ പണി കൊടുക്കാൻ കുടുംബത്തിൽ പറഞ്ഞ ഏവനെങ്കിലും ഉണ്ടോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടില്? ചിന്തിച്ചു നോക്ക്. എന്നാൽ നമ്മൾ ഈ സരസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സ്വഭാവം ഇല്ല, നമുക്കതിന്റെ ആവശ്യമില്ല. ഇതര സമുദായത്തിന്റെ ആചാരങ്ങളെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവരുടെ ദേവീ ദേവന്മാരെ ചീത്ത പറയാൻ പാടില്ല എന്നും പഠിപ്പിച്ചതാണ് നമ്മുടെ മതം. ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ ആരാധ്യ പുരുഷന്മാരെ, ഗണപതിയായാലും ആരായാലും അവരെ ഒന്നും ചീത്ത പറയാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനാ നമ്മോട് പറഞ്ഞത്. ആ രീതിയിൽ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇമാമ് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിനെ ചീത്ത പറഞ്ഞ കമ്മിറ്റിക്കാർ ഇമാമിനോട് ഇരുത്തിയിരിക്കോ? നാട്ടുകാർ കൈവയ്ക്കൂലേ? എന്തിനാടാ നീ മുസ്ലിയാരെ അങ്ങനെ ഒരു മതത്തിനെ പറ്റി ആക്ഷേപിച്ചതെന്ന് നമ്മുടെ ജനങ്ങൾ ചോദ്യം ചെയ്യൂലേ? ആ നിലയിൽ നമ്മൾ സൂക്ഷിക്കുന്നു. ഇനി അഥവാ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, ഇവൻ പിന്നെ ജയിലിടിഞ്ഞാൽ പോലും പുറത്തിറങ്ങുവോ? നിങ്ങളൊന്നും അറിയില്ല. ചാനലുകളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ അത് വീണ്ടും നിങ്ങൾക്ക് കാണാൻ ഒരു പ്രേരണ തരുന്നില്ല. നിങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ കണ്ണിൽ പെടല്ലേ എന്ന് ഞാൻ ദ്വാരക്കാൻ. ഓരോ ചാനലുകൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഓരോന്നോരോന്ന് പറയുന്നത്, അള്ളാഹു അവർക്കൊക്കെ ദുനിയാവിൽ തന്നെ ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അവനൊക്കെ നശിച്ച് നാരായ കല്ലെടുക്കുന്നത് കണ്ടിട്ട് മരിക്കാനുള്ള നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.